ചന്ദ്രനില്ലാത്ത രാത്രിയുടെ നിശബ്ദതയിൽ ഇറാന് മുകളിലുള്ള ആകാശം ഭയാനകമായി നിശബ്ദമായിരുന്നു. റഡാറുകൾക്ക് കാണാത്ത, വ്യോമ പ്രതിരോധങ്ങൾ കേൾക്കാത്ത മാരകമായ എന്തോ ഒന്ന് അടുത്തുവരുന്നു. ലോകത്തിന്റെ പകുതിയോട് നിന്ന് 7 B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ US വ്യോമസേനയിലെ ഏറ്റവും മാരകമായ വിമാനം പറന്നിരുന്നു. യുദ്ധത്തിൽ മുമ്പ് ഉപയോഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോന്നും ഒരു പേലോഡ് വഹിച്ചു. മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ, നൂറുകണക്കിന് അടി ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ശക്തിപ്പെടുത്തിയ ബങ്കറുകൾ തകർക്കാൻ കഴിയുന്നത്ര ശക്തമായ ഒരു ബോംബ്. ദൗത്യം ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ആയിരുന്നു. നിശബ്ദമായി തയ്യാറാക്കിയതും ശസ്ത്രക്രിയ കൃത്യയോടെ നടപ്പിലാക്കിയതുമായ ഒരു രഹസ്യ പദ്ധതി. അതിന്റെ ലക്ഷ്യം ഇറാന്റെ ആഴത്തിൽ കുഴിച്ചിട്ട ആണവ സൗകര്യങ്ങൾ, അതിന്റെ വിവാദ യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടിയുടെ ഹൃദയം. പ്രാദേശിക സമയം കൃത്യം പുലർച്ചെ രാത്രി 2 മണി കഴിഞ്ഞ് 37 മിനിറ്റിന് നിശബ്ദത തകർന്നു. ബങ്കർ തകർക്കുന്ന ബോംബുകളുടെ ആദ്യ തരംഗം ഭൂമിയിൽ പെട്ടെന്ന് ഒരു ഭൂചലനം മലയടിച്ചു. ഫോർഡു പർവ്വതങ്ങൾക്കടിയിൽ ഒരിക്കൽ കറങ്ങുന്ന സെൻട്രിഫ്യൂജുകൾ മറച്ചിരുന്ന ബലപ്പെടുത്തിയ തുരങ്കങ്ങൾ ഇപ്പോൾ തകർന്നു വീഴുകയായിരുന്നു. ഉരുക്ക് വളഞ്ഞു, കോൺക്രീറ്റ് പിളർന്നു. ആണവ ആധിപത്യത്തിന്റെ സ്വപ്നങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു. മിനിറ്റുകൾക്കുള്ളിൽ 2 നിർണായക സ്ഥലങ്ങൾ കൂടി ആക്രമിക്കപ്പെട്ടു. ഇറാനിലെ ഏറ്റവും വലുതും നൂതനവുമായ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായ നദാൻസും അതിന്റെ യുറേനിയം പരിവർത്തന പ്ലാന്റിന്റെ ആസ്ഥാനമായ ഇസ്ഫഹാനും. ഓരോ ആക്രമണവും ശ്രദ്ധാപൂർവ്വം കണക്കാക്കി. തെറ്റിന് ഇടമില്ലായിരുന്നു. എന്നാൽ അമേരിക്ക ഇത് എങ്ങനെ ചെയ്തു? റഡാറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രേതസമാന കഴിവിന് പേരുകേട്ട B-2 ബോംബറുകൾ മിസോറിയിലെ വൈറ്റ്മാൻ വ്യോമസേനാ താവളത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ പറന്നിരുന്നു. ആകാശത്ത് ഇന്ധനം നിറച്ചു. അറേബ്യൻ കടലിന്റെ ആഴത്തിൽ ഒളിച്ചിരിക്കുന്ന US നേവി അന്തർവാഹിനികളുമായി ഏകോപിപ്പിച്ചു. തിരമാലകൾക്കടിയിൽ നിന്ന് ആ അന്തർവാഹിനികൾ ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിച്ചു. റഡാർ സ്റ്റേഷനുകളും കമാൻഡ് സെന്ററുകളും നശിപ്പിച്ചു. ഇറാന്റെ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളെ അന്തമാക്കി. കൃത്യം 13 മിനിറ്റ് നേരത്തേക്ക് ഇറാന്റെ റഡാർ ഇരുണ്ടുപോയി. ആ 13 മിനിറ്റിനുള്ളിൽ പതിറ്റാണ്ടുകളുടെ ആണവ അഭിലാഷം തകർന്നു. ഉപയോഗിച്ച ബോംബ് മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ഒരു സാധാരണ ആയുധമല്ല. 13,600 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള ഇത് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് 60 മീറ്റർ പാറയിലൂടെയോ 8 മീറ്റർ ഉറപ്പിച്ച കോൺക്രീറ്റിലൂടെയോ തുളച്ചുകയറാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അത് ഉപരിതലത്തിൽ പൊട്ടിത്തെറിക്കുന്നില്ല, അത് ഭൂമിയിലേക്ക് ആഴത്തിൽ തുളച്ചുകയറുന്നു. അതിന്റെ പാതയിലെ എല്ലാം നശിപ്പിക്കുന്നു. അത് കൃത്യമായി അങ്ങനെയാണ് ചെയ്തത്. നാശനഷ്ടങ്ങൾ വിനാശകരമായിരുന്നു. അടുത്ത ദിവസം ഉപഗ്രഹ ചിത്രങ്ങൾ, തകർന്ന തുരങ്കങ്ങൾ, കത്തുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, പർവ്വതങ്ങളിൽ നിന്ന് ഇപ്പോഴും ഉയർന്ന പൊടിപടലങ്ങൾ എന്നിവ വെളിപ്പെടുത്തി. ഫോർഡോയുടെ പ്രവേശന കവാടങ്ങൾ അടച്ചുപൂട്ടി. നദാൻസിന്റെ സെൻട്രിഫ്യൂജ് ഹാളുകൾ നശിപ്പിക്കപ്പെട്ടു. ഇസ്ഫഹാനിലെ പരിവർത്തന കെട്ടിടങ്ങൾ തകർന്നു. ഇറാന്റെ പ്രാരംഭ പ്രതികരണം വേഗത്തിലും രോഷാകുലവുമായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ മിസൈലുകൾ വിക്ഷേപിച്ചു. ടെഹ്റാനിൽ അടിയന്തര യോഗങ്ങൾ നടന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ഇതിനെ ഒരു യുദ്ധനടപടി എന്ന് വിളിക്കുകയും പ്രതികാരം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ ആക്രമണത്തിന്റെ ആഘാതം ഇറാനിൽ മാത്രമല്ല അനുഭവപ്പെട്ടത്. ലോക നേതാക്കൾ അടിയന്തര ചർച്ചകൾക്കായി തിരക്കുകൂട്ടി. UN സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം വിളിച്ചു. എണ്ണവില കുതിച്ചുയർന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ശ്വാസം അടക്കിപ്പിടിച്ചു. ഇത് മിഡിൽ ഈസ്റ്റിലെ ഒരു പുതിയ യുദ്ധത്തിന്റെ തുടക്കമാകുമെന്ന് ഭയപ്പെട്ടു. ഇറാന്റെ ആണവശേഷികളെ പ്രവർത്തനരഹിതമാക്കാൻ മാത്രമുള്ള ഒരു പരിമിതമായ മുൻകരുതൽ ആക്രമണം മാത്രമായിരുന്നു ഈ ഓപ്പറേഷൻ എന്ന് അമേരിക്ക അവകാശപ്പെട്ടു. ഒരു യുദ്ധം ആരംഭിക്കുക എന്നതല്ല. എന്നാൽ ഇറാനും മേഖലയ്ക്കും പ്രതിരോധത്തിനും പ്രകോപനത്തിനും ഇടയിലുള്ള രേഖ കടന്നുപോയി. ഇപ്പോൾ ചോദ്യം അവശേഷിക്കുന്നു. ഇത് നിർത്താനുള്ള സന്ദേശമായിരുന്നോ, അതോ കൂടുതൽ അപകടകരമായ ഒന്നിന്റെ തുടക്കമാണോ? സ്റ്റെൽത്ത് ബോംബറുകളുടെ നിഴലുകൾ ഇല്ലാതായേക്കാം, പക്ഷേ അവരുടെ നാശത്തിന്റെ പ്രതിധ്വനികൾ ഇപ്പോഴും ലോകമെമ്പാടും മുഴങ്ങുന്നു. ഇത് വെറും ഒരു ബോംബിംഗ് ആയിരുന്നില്ല, ഇതൊരു സൂചനയായിരുന്നു. ആഴമേറിയ ബങ്കറുകൾക്ക് പോലും ലോകം ഭയപ്പെടുന്നത് മറക്കാൻ കഴിയില്ല എന്നതിന്റെ സൂചന. ഇനിയും പുറത്തുവരാത്ത കഥകൾ, രഹസ്യ ദൗത്യങ്ങൾ, ലോക സംഭവങ്ങൾക്ക് പിന്നിലെ ഇരുണ്ട സത്യങ്ങൾ എന്നിവയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.